അസ്സലാമു അലൈക്കും. വേദിയിൽ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകനായ മന്ത്രി, സത്യത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് ഇന്ത്യയിലെ താരങ്ങൾ കർഷകരാണ് സർ. അവർ ഡൽഹിയിൽ നമുക്ക് വേണ്ടി സമരമുഖത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കർഷകനായ മന്ത്രിയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചതിൽ അതിയായി ആഹ്ലാദം രേഖപ്പെടുത്തുന്നു. പൗരാവകാശങ്ങളും മാധ്യമ ജാഗ്രതയും എന്നതാണ് നമ്മുടെ വിഷയം. ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ 19-ാം അനുച്ഛേദം പൗരാവകാശത്തെ നിർവചിക്കുന്നുണ്ട്. ആ പൗരാവകാശത്തിൻ്റെ നിർവചനത്തിൽ തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യവും നിലകൊള്ളുന്നത്. മാധ്യമങ്ങൾക്ക് പൗരന്മാർക്കുള്ള അതേ അവകാശമാണ് സുപ്രീം കോടതി പിന്നീട് പല വിധികളിലൂടെയും വകവച്ച് നൽകിയത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ അവകാശമാണ്. പ്രത്യേകമായി ഈ ഇരിക്കുന്ന മനുഷ്യരെ നോക്കി കുറ്റപ്പെടുത്താനൊന്നുമില്ല. എല്ലാവർക്കും നമുക്കൊക്കെയുള്ള അവകാശം തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉള്ളത്. പിന്നെ മാധ്യമപ്രവർത്തകർ മാധ്യമധർമ്മം അതെന്താണ്? അത് കേവലമായ വിവരങ്ങളുടെ ഒരു വിതരണമാണോ? കുറേ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണോ മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത്? വിവരങ്ങളുടെ ആധിക്യത്തിലാണ് നാം നിൽക്കുന്നത്. ആരുടെ കയ്യിലാണ് വിവരമില്ലാത്തത്? എല്ലാവരുടെ കയ്യിലും അനുനിമിഷം വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വിവരം മാത്രം നൽകുന്നവരായി മാറേണ്ടവരല്ല. നമ്മൾ വിവരത്തിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനാത്മകമായ ജ്ഞാനമാക്കി സംഭാവന ചെയ്യുവാൻ, വിതരണം ചെയ്യുവാൻ സന്നദ്ധരാവേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. കേവലമായ വിവരം നമുക്കെന്തിനാണ്? രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്നതൊരു വിവരം മാത്രമാണ്. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടിട്ടാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് വാർത്ത. കേവലമായ വിവരങ്ങളെ കൊടുത്തിട്ടല്ല മാധ്യമങ്ങൾ ധർമ്മം നിർവഹിക്കേണ്ടത്. ആഴത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുവാൻ സന്നദ്ധമാവുമ്പോൾ മാത്രമാണ് അത് ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ന്യൂനപക്ഷങ്ങളുണ്ട്, ഇവിടെ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ, സ്വത്വങ്ങളുണ്ട്. ജനാധിപത്യത്തിൻ്റെയും നീതിയുടെയും അതുപോലെ തന്നെ ലിംഗസമത്വത്തിൻ്റെയും ഒക്കെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിവരത്തിനെ വ്യാഖ്യാനിച്ച് നൽകുവാൻ സാധിക്കുന്നിടത്താണ് മാധ്യമധർമ്മം പൂർണ്ണമാവും. നെഹ്റുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നെഹ്റു ആണല്ലോ ഇവിടെ വലിയ പ്രതി. നെഹ്റുവിനെ കുറിച്ചൊക്കെ ഇന്നത്തെ കാലത്ത് ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ നെഹ്റുവിനെ കുറിച്ച് റെഫർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന രാമചന്ദ്ര ഗുഹയുടെ ഗ്രന്ഥത്തിൽ ഒരു സംഭവം വായിച്ചു. നിങ്ങളെപ്പോലെയുള്ള ഒരു സദസ്സിനോട് ആ സംഭവം പറഞ്ഞുകൊണ്ട് പോകാം എന്ന് തന്നെ കരുതുന്നു. രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ വലിയ പുസ്തകത്തിൽ അതിവൈകാരികമായി പറയുന്ന ഒരു ഭാഗമാണിത്. നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു പരാമർശം. 1949 നവംബർ ആദ്യ ആഴ്ചയിൽ RSS തലവൻ ഗോൾവാർക്കർ ബോംബെയിൽ ശിവാജി പാർക്കിൽ പ്രസംഗിക്കാനെത്തി. ഗോൾവാർക്കർ ബോംബെയിലെ ശിവാജി പാർക്കിൽ പ്രസംഗിക്കാൻ വരികയാണ്. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ RSSൻ്റെ കായിക പരിശീലന കേന്ദ്രങ്ങളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും ഊഴമിട്ട് അദ്ദേഹത്തെ ഹാരമണിയിച്ചു.
ഗോൾവാൾക്കർ തൻ്റെ പ്രസംഗത്തിലുടനീളം ഹിന്ദു സംസ്കാരത്തിൻ്റെ നന്മകളെക്കുറിച്ച് തിളക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഇന്ത്യയെ ബാധിച്ച മുഴുവൻ പ്രശ്നങ്ങൾക്കും ഗോൾവാൾക്കറുടെ കയ്യിൽ ഒറ്റമൂലിയുണ്ടായിരുന്നു. തന്നെ ഇന്ത്യയുടെ പരമാധികാരിയാക്കിയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മറാഠ ബ്രാഹ്മണരടക്കം തിങ്ങിക്കൂടിയ ജനാവലി ഹർഷാരവത്തോടെ ഗോൾവാൾക്കറെ കൈയടിച്ചു കേട്ടുനിന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആഴത്തിൽ തുളച്ചു കയറുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള, രക്തം ഉറഞ്ഞു പോകുന്ന, ആ സാത്വികനെന്ന ഭാവമുള്ള പാവപ്പെട്ട ഒരു സന്യാസി എന്ന് തോന്നിപ്പിക്കുന്ന, ആഴത്തിൽ കണ്ണുകളുള്ള നോട്ടമുള്ള ഗോൾവാൾക്കറുടെ പ്രസംഗം കേൾക്കാൻ അന്ന് ശിവാജി പാർക്കിൽ തിങ്ങിക്കൂടിയത് 1 ലക്ഷം മറാഠ ബ്രാഹ്മണർ ഉൾപ്പെടുന്ന ജനക്കൂട്ടമായിരുന്നു. അവർ ഹർഷാരവത്തോടു കൂടിയാണ് ആ പ്രസംഗം കേട്ടത് എന്നാണ്. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം നെഹ്റു ബോംബെയിൽ പ്രസംഗിക്കാനെത്തി. ഗോൾവാൾക്കർ സംസാരിച്ച അതേ മൈതാനത്ത് മോഡ്വെയിൻ ചിക്കാഗോ ടെലിഫോൺ ആൻഡ് റേഡിയോ കമ്പനിയുടെ ഗോൾവാൾക്കർ ഉപയോഗിച്ച അതേ മൈക്രോഫോൺ ഉപയോഗിച്ച് മറാഠ മധ്യവർഗത്തിൻ്റെ ഹൃദയഭാഗത്ത് തൻ്റെ ഷഷ്ഠപൂർത്തിയുടെ അന്ന് വൈകുന്നേരം 4 മണിക്ക് സാന്താക്രോസ് വിമാനത്താവളത്തിൽ വന്നിറങ്ങി ഒന്ന് കുളിച്ച് വേഷം മാറി നെഹ്റു പ്രസംഗിക്കാനെത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ഒരാഴ്ച മുമ്പ് ശിവാജി പാർക്കിൽ ഗോൾവാൾക്കർ പ്രസംഗിച്ചു പോയിടത്ത് നെഹ്റു വന്ന് പ്രസംഗിക്കുകയാണ്. ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തെയും ഹിന്ദു മൗലികവാദത്തിനെതിരെ മതനിരപേക്ഷതയെയും പ്രതിരോധിക്കുന്നത് കേൾക്കാൻ മറാഠ ബ്രാഹ്മണരുടെ ഈ ശക്തിദുർഗത്തിലെത്തിയ ജനക്കൂട്ടം നെഹ്റുവിനെ കേൾക്കാനായി കാതുകൂർപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളും ശിവാജി പാർക്കിൽ നെഹ്റുവിനെ കേൾക്കാനെത്തി. അവിടെ തടിച്ചുകൂടിയത് എത്ര പേരായിരുന്നു അറിയുമോ നിങ്ങൾക്ക്? 6 ലക്ഷം മനുഷ്യർ. 1 ലക്ഷം മനുഷ്യരെ കണ്ട് ഞെട്ടിപ്പോയവർക്ക് മുന്നിലാണ് 6 ലക്ഷം മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു അതേ പാർക്കിൽ അതേ മൈക്കിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത്. ചരിത്രത്തിൽ ഇന്ന് ഓർക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ 2 വിരുദ്ധാശയങ്ങൾ തമ്മിലുള്ള പ്രത്യക്ഷ പോരാട്ടത്തിൽ നെഹ്റു തകർപ്പൻ വിജയം നേടുകയായിരുന്നു എന്ന് ഇന്ന് വായിക്കുമ്പോൾ നാം എത്തി നിൽക്കുന്ന ചരിത്ര സന്ധി കൂടി ഓർമ്മിക്കണം. നെഹ്റു ഇടയ്ക്കിടെ തോമസ് ജെഫേഴ്സന്റെ ഒരു വാക്കിടക്കിടക്ക് മാധ്യമധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കാറുണ്ടായിരുന്നു. ദർ ഇസ് എ ഗവൺമെന്റ്, ദർ ഇസ് നോ പ്രസ്. ഒരു കണ്ടീഷൻ വരെയാണ് രാജ്യത്തൊരു അവസ്ഥ വരെയാണ്. എന്താണ്? അവിടെ ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ അവിടെ പ്രസ് ഇല്ല, മീഡിയ ഇല്ല എന്ന് വെക്കുക. മറ്റൊരു കണ്ടീഷൻ, ദർ ഇസ് എ പ്രസ് ബട്ട് ദർ ഇസ് എ നോട്ട് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് ഇല്ല അവിടെ, എന്നാൽ അവിടെ പ്രസ് ഉണ്ട്. ഈ കണ്ടീഷൻ വരെയാണെങ്കിൽ നെഹ്റു പറയുന്നത്, തോമസ് ജെഫേഴ്സൺ പറയുന്നത്, ഞാൻ 2ാമത്തെ കണ്ടീഷനാണ് സ്വീകരിക്കുക. കാരണം അവിടെ പ്രസ് ഉണ്ട്. പ്രസ് ഉണ്ടാവുക അഥവാ മാധ്യമം ഉണ്ടാവുക എന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ നിന്ന് 90,000-ഓളം അച്ചടി പത്രങ്ങളുണ്ട്, 45,000-ഓളം വീക്കിലികളുണ്ട്, ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനലുകളുണ്ട്. അങ്ങനെ മാധ്യമങ്ങളുടെ ഒരു വലിയ ലോകമാണ് ഇന്ത്യക്കകത്തുള്ളത്. അവരാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ആ മാധ്യമങ്ങളെ കയ്യിലെടുക്കുക, ആ മാധ്യമങ്ങളുടെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക എന്ന കോർപ്പറേറ്റ് തന്ത്രവും ഫാസിസ്റ്റ് തന്ത്രവും ഇന്ത്യയിൽ സമർത്ഥമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർഷക സമരത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞു തുടങ്ങിയതും അവസാനിപ്പിച്ചതും. നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ പലായനം നടന്ന ഒരു കാലം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ കൊറോണ കാലമാണ്. കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് നഗരങ്ങളിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്ററുകൾ നഗ്നപാതരായി നടന്നുപോയ ദരിദ്ര ജനകോടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല.
ഒരുപക്ഷെ റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ മനുഷ്യ പാലായനങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന് കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. പി സായിനാഥിൻ്റെ പീപ്പിൾ ആർക്കൈവ്സ് ഓഫ് റൂറൽ ഇന്ത്യ പാരി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെബ്സൈറ്റിനകത്ത് ഇത് കൃത്യമായി അദ്ദേഹം തുറന്നു കാണിക്കുന്നുണ്ട്. ഒരു വലിയ പാലായനം നടന്നു. 24 മാർച്ച് 2020 ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ, അങ്ങനെയാണല്ലോ, ഒരു സുപ്രഭാതത്തിലും ഒരു പാതിരാത്രിയിലുമാണല്ലോ നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ ഭരണാധികാരിക്ക് വെളിപാടുണ്ടാവുക. ഒരു മുന്നൊരുക്കവുമില്ലാതെ ഇന്ത്യയെ അടച്ചുപൂട്ടിയ സന്ദർഭത്തിൽ ഇന്ത്യയിൽ നഗ്നപാതരായി മനുഷ്യർ നടന്നുപോയി തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക്, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നിന്ന്. അന്ന് മീഡിയകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വൈ ദേ ആർ വാക്കിംഗ് ദർ ഇൻ ടു ദർ വില്ലേജ്? അവരെന്തിനാ അങ്ങോട്ട് പോകണം? അവർക്കെന്തേ സിറ്റിയിലെ സൗകര്യങ്ങളിൽ ജീവിച്ചുകൂടെ എന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യം. എന്താണെന്ന് വെച്ചാൽ, അവരെന്തിനാണ് നഗരങ്ങളിലേക്ക് രാപ്പാർക്കാൻ എത്തിയത്? നഗരങ്ങളിൽ അവരുടെ രാപ്പകലുകളിൽ അധ്വാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രേറിയൻ ക്രൈസിസ് ആയിരുന്നു, അഥവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക പ്രതിസന്ധിയുടെ ഇരകളായിരുന്നു അവർ. കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട കാർഷിക രംഗം അവരെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ടപ്പോഴാണ് അവർക്ക് നഗരങ്ങളിലേക്ക് സ്കിൽഡായ ലേബേഴ്സ് ആയിരുന്നു അവർ നല്ല കർഷകരായിരുന്നു. ആ കർഷകരാണ് ഡ്രൈവർമാരായും റിക്ഷാ ഡ്രൈവർമാരായും മറ്റു തൊഴിലാളികളുമായിട്ടും ഒക്കെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ താമസിക്കേണ്ടി വരുന്നത്. കോടിക്കണക്കിന് മനുഷ്യരായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അതിൽ കള്ളം പറഞ്ഞു. മാധ്യമങ്ങൾ അത് അതുപോലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരു ചോദ്യം ചെയ്യലും അതിലുണ്ടായില്ല. അറ്റോർണി ജനറൽ ലോക്ക്ഡൗൺ 24 മാർച്ച് 2020 നടന്നതിന് ശേഷം കൃത്യം 7 ദിവസം കഴിഞ്ഞപ്പോൾ മാർച്ച് 31, 2020 അറ്റോർണി ജനറൽ ഇന്ത്യയുടെ പരമോന്നതമായ കോടതിയിൽ നൽകിയ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ പറഞ്ഞത് നോട്ട് എ സിംഗിൾ മൈഗ്രന്റ് ലെഫ്റ്റ് ഓൺ ദ ഹൈവേ എന്നാണ്. ഒരാളും ഇല്ല തെരുവിലെന്നാണ് പറഞ്ഞത്. പച്ചയായി കണ്ണു മുന്നിലൂടെ മനുഷ്യരിങ്ങനെ വിണ്ട് കീറിയ കാലുകളുമായി, ദാഹിച്ച തൊണ്ടയുമായി മനുഷ്യരിങ്ങനെ പാലായനം ചെയ്യുമ്പോൾ അറ്റോർണി ജനറൽ വന്നിട്ട് സുപ്രീം കോടതി കൊടുത്ത റിപ്പോർട്ടായിരുന്നു ഒരാളും ഇല്ല എന്ന്. ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഏപ്രിൽ 14 ഇതേ അറ്റോർണി ജനറൽ ഒരു റിപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 23,500 സോഷ്യൽ സർവീസ് കേന്ദ്രങ്ങൾ രാജ്യത്തെ ഗവൺമെൻറ്റുകളൊക്കെ, അവിടെ അവർ ഗവൺമെൻറ്റുകൾ എന്ന പ്രയോഗം നടത്തിയ, ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് പറ്റുമല്ലോ, സംസ്ഥാനങ്ങളിൽ ഒരുപാട് കേന്ദ്രങ്ങൾ തുറന്നു മനുഷ്യർക്ക് വേണ്ടിയിട്ട്, നടന്നു പോകുന്ന മനുഷ്യരെ പരിപാലിക്കാൻ. പക്ഷെ അതിനകത്ത് 60% കേന്ദ്രങ്ങൾ ഈ കൊച്ചു കേരളത്തിലായിരുന്നു എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ബാക്കി വരുന്ന ഇന്ത്യയിലെ വലിയ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് തുച്ഛമായ സൗകര്യങ്ങളിലാണ് അവർ നടന്നുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ലക്ഷക്കണക്കിന് മനുഷ്യർ നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്നുപോയി. മെയ് 1 മെയ് 20 അതൊക്കെ കഴിഞ്ഞ്, മാർച്ചിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞ് മെയ് 1 26 ഇടക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ശ്രമിക് എന്ന് പറയുന്ന ട്രെയിൻ സർവീസ് ഉണ്ടായി. അതിനകത്ത് 91 ലക്ഷം മനുഷ്യരാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. പലായനം ചെയ്തു പോകുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ 1 കോടി പേരുടെ കണക്ക് വരുന്നത്. അതിനു മുമ്പ് ഏകദേശം 20 മില്യൺ മനുഷ്യരാണ്, അഥവാ 2 കോടിയിലധികം മനുഷ്യരാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനം നടത്തിയത്. ഇവിടുത്തെ മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നില്ല. ആ കർഷകർ ഇന്നും തെരുവിലുണ്ട്. ഡൽഹിയുടെ തെരുവിൽ അവർ ഇന്ന് സമരത്തിലാണ്. നോക്കൂ, അതിഭീകരമായിട്ടുള്ള നിയമങ്ങൾ, കർഷക നിയമങ്ങൾക്കെതിരെയാണ് അവരവിടെ സമരം ചെയ്തത്. ആ കർഷകരെയാണ് കഴിഞ്ഞ സമരകാലത്ത് ബാരിക്കേഡുകൾ തീർത്ത്, ട്രെഞ്ചുകൾ കുഴിച്ച്, ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തി അവർ ആക്രമിച്ചു. സമാധാനപരമായി ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു കർഷക സമരം നടന്നിട്ടുണ്ടാവില്ല. സമാധാനപരമായി, ശാന്തമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന ഗവൺമെന്റിനോട് ജനാധിപത്യമായി പ്രതിരോധം തീർത്ത ദിവസങ്ങളോളം 720 മനുഷ്യരാ ആ കൂട്ടത്തിൽ മരിച്ചു വീണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ടിയായിരുന്നു അവർ മരിച്ചു വീണത്.
ഈ രാജ്യത്തിലെ ഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു ആ പൗരന്മാർ മരിച്ചു വീണത്. ആ കഥകൾ നമുക്ക് പറഞ്ഞു തരില്ല ആര്? ഇന്ത്യയിലെ മാധ്യമങ്ങൾ. അത് പറഞ്ഞു തന്ന ന്യൂസ് ക്ലിക്കിനെ എന്ത് ചെയ്തു? അത് പറഞ്ഞു തന്ന മാധ്യമങ്ങളെ എന്ത് ചെയ്തു? വേട്ടയാടി. ഇപ്പോഴും ന്യൂസ് ക്ലിക്കിന്റെ ഫൗണ്ടർ പ്രബീർ പുർക്കായസ്ത, അതുപോലെ തന്നെ പരഞ്ജോയ് ഗുഹ തക്കുർത്തയൊക്കെ ജയിലിലാണ്. കർഷകരുടെ സമരം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പൗരത്വ സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒക്കെയും മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്നുള്ള നിലക്ക് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായി ഇടപെടുമ്പോൾ അവിടെ അവർ വേട്ടയാടപ്പെടുന്നു. മറുഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനും ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഉടമയും എന്ന് പറയുന്നത് ഒരാളാണ്, മുകേഷ് അംബാനിയാണ്. ന്യൂസ് 18 ചാനലിൻ്റെയൊക്കെ ഉടമ. ബൊക്കെ ഓഫ് മീഡിയാസ് അവരുടെ കൈകളിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മിസ്ഇൻഫർമേഷൻ നൽകുന്നു, വ്യാജ വാർത്തകൾ നൽകുന്നു. അവരൊക്കെ ആദരിക്കുകയും അതേ സമയത്ത് ജനാധിപത്യപരമായ മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തുറങ്കലിലടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഞാൻ കേരളത്തിലെ എൻ്റെ സമയം അവസാനിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കളാണോ അതല്ല ഭരണകൂടത്തിൻ്റെ വേട്ടപ്പട്ടികളാണോ നാം എന്ന് മാധ്യമപ്രവർത്തകർ ആലോചിക്കുക. അതേ സമയത്ത് തന്നെ പൗരാവകാശത്തിന് വേണ്ടി ജനാധിപത്യത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ സാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നതാണ് മാധ്യമ മേഖല. അവരുടെ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫ്രീ സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുറവിളികൾ ഒരു ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. നിശബ്ദതയാണ് ചുറ്റും. ഭയം നൽകുന്ന നിശബ്ദതയിലാണ് ഇന്ന് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗത്തും നമ്മുടെ ചരിത്രത്തിനെ മായ്ച്ചു കളയുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ പോരാട്ടങ്ങളെ ഇവിടെ തമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവമാണ് ഇവിടെ നമ്മുടെ ലോകാചാര്യൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട്, ലോകഗുരു എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചത്. 75 വർഷത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൈറ്റിനകത്ത് എവിടെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ യഥാർത്ഥമായ വിവരണങ്ങളില്ല. ഫോട്ടോകളൊക്കെ ഉണ്ട്. അത് സാധാരണയായിട്ട് നമുക്ക് കൊറോണയുടെ സർട്ടിഫിക്കറ്റിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ തന്നെ ആ സൈറ്റിലും ഉള്ളൂ. തൻ്റെ ഫോട്ടോകൾ അച്ചടിച്ചു വെച്ചിരിക്കുന്ന സൈറ്റുകൾ നിറച്ചിരിക്കുന്ന, നമുക്കറിയില്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് പഠിപ്പിക്കുക, വർത്തമാനകാലത്തെ വാർത്തകളെ തമസ്കരിക്കുക. നമ്മുടെ ഭാവി എന്തായി മാറും? നമ്മൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ ചരിത്രപരമായി ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ പൗരാവകാശ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെയും ജയിലറകളിൽ കിടക്കുന്നു. അവരെയൊക്കെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഈ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകം, സിദ്ദിഖാപ്പൻ്റെ തടങ്കൽ, ആൾട്ട് ന്യൂസിൻ്റെ മുഹമ്മദ് സുബൈറിൻ്റെ അറസ്റ്റ്, മീഡിയ വണിനെ പോലെയുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ നിരോധനം, അങ്ങനെ എന്തെല്ലാം. സ്റ്റാൻ സാമിയെ പോലെയുള്ള വൃദ്ധനായ ഒരു മനുഷ്യനെ എല്ലാ പൗരാവകാശങ്ങളും ഹനിച്ചുകൊണ്ട് പാർക്കിൻസൺ രോഗിയായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി കോടതിയിൽ നിറങ്ങേണ്ടി വന്നു. 85-കാരനായ ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചു. മനുഷ്യാവകാശ പൗരാവകാശ ലംഘനങ്ങൾ, മാധ്യമങ്ങളെ വേട്ടയാടൽ, മാധ്യമപ്രവർത്തകരെ തുറുങ്കിലടച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് വ്യാജ വാർത്തകളും കോർപ്പറേറ്റ് മീഡിയകളും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കാലത്തിലൂടെ കടന്നുപോയി. ഞാനൊന്നും അടിയന്തരാവസ്ഥ അനുഭവിച്ചിട്ടില്ല, പക്ഷേ അതിനേക്കാൾ ഭീതിതമാണ് ഇപ്പോഴുള്ള സാഹചര്യമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞു തരുന്നു. ഇന്ദിരാഗാന്ധി ജീവിതത്തിൽ ഒരിക്കലും അവർ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ട് കുറ്റബോധത്തോടെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അവർക്ക് കുറ്റബോധമുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, മാധ്യമങ്ങളെ അന്ന് നിയന്ത്രിച്ചത് തെറ്റായിപ്പോയി എന്നവർ പറഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, അന്ന് ഔദ്യോഗികമായ സംവിധാനങ്ങൾ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. അവർക്കും വാർത്തയെ അറിയാൻ, ഭരണകൂടത്തിന് വാർത്ത അറിയണമെങ്കിലും പത്രങ്ങൾ വേണ്ടേ? അല്ലാതെ ഉദ്യോഗസ്ഥർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അവർക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ വഴിയുണ്ടായിരുന്നില്ല എന്നവർ പറയുകയുണ്ടായിട്ടുണ്ട്. എമർജൻസി ഇവിടെ നമ്മുടെ ഇൻവിസിബിളാണ്. നിയമങ്ങളൊക്കെ
ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചർച്ച നിങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വേണ്ടി വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.